പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂലൈ 1 2017 നടന്ന LD ക്ലർക്ക് പരീക്ഷയിൽ കൊല്ലം, കാസർഗോഡ്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ ചോദിച്ച ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു വന്നിരുന്നത്, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഓഫ് ദി 2 bar pens, the red one is the best. Of the 2 pens, the red one is the best. ഇത് രണ്ട് വസ്തുക്കളെ, ഓഫ് ദി 2 പെൻസ്, രണ്ട് പെന്നുകളെ താരതമ്യം ചെയ്യാണ്. ഇപ്പോൾ രണ്ട് വസ്തുക്കളെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെയോ താരതമ്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റ്? ഇവിടെ A പാർട്ട് ഉണ്ട്, അതുപോലെ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇതിൽ ഏത് പാർട്ടാണ് നമ്മളോട് തെറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്? ഓഫ് ദി 2 പെൻസ് ദി റെഡ് വൺ ഈസ്, അതുവരെ തെറ്റില്ല. പക്ഷെ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദി ബെസ്റ്റ് എന്ന് രണ്ട് വസ്തുക്കളെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെയോ താരതമ്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ദി ബെസ്റ്റ് ഒന്നും ഒരിക്കലും വരരുത്. ദി ബെസ്റ്റ് എന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ ഓഫ് കൊണ്ട് തുടങ്ങുകയാണ്. ഓഫ് ഉപയോഗിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രി പറയുമ്പോൾ അഡ്ജക്റ്റീവിന് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ തെറ്റെന്ന് പറഞ്ഞത് D എന്ന ഓപ്ഷനാണ്. D എന്ന ഓപ്ഷനാണ് ഇവിടെ തെറ്റ്. അപ്പോൾ അതാണ് ഈ ഓപ്ഷനിൽ നമുക്ക് ഉത്തരമായിട്ട് വയ്ക്കുന്നത് D ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ. അത് റിപ്പോർട്ട് സ്പീച്ച്, പാർട്ട് ഓഫ് സ്പീച്ച് എന്ന ഭാഗത്തു നിന്നും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പരിശോധിച്ചാൽ അറിയാം, ഇതൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. കാരണം ഇവിടെ ആക്സിലറി വെർബ് കൊണ്ട് ആണ് തുടങ്ങിയിട്ടുള്ളത്. ഹാവ് യു റെഡ് ഒതല്ലോ ദ ടീച്ചർ ആസ്ക്ഡ് മീ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഫോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്റ്റിംഗ് വേർഡ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ഈഫ് അല്ലെങ്കിൽ വെദർ ആണ്. ഈഫ് അല്ലെങ്കിൽ വെദർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ C എന്ന് പറയുന്നത് രണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഇത് ഒഴിവാക്കാം. ഇനി നമുക്ക് നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് മീ. ദ ടീച്ചർ ആസ്ക്ഡ് മീ, അതുവരെ എല്ലാം ശരിയാണ്. വെദർ ഐ, ഇവിടെ മീ എന്നുള്ളത്, ആസ്ക്ഡ് മീ എന്നുള്ളത് ഐ എന്നാവും. മീ ഐ ഹാഡ്, ഇവിടെ പ്രസന്റ്, ഇവിടെ ഹാവ് എന്ന് ചോദ്യത്തിൽ ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിലുള്ളത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഹാഡ് റെഡ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമാണ് വെദർ പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റെഡ് ഒതല്ലോ. PPV ഫോമാണ്. റീഡിൻ്റെ റെഡ് ഇങ്ങനെ റീഡ് തന്നെ എഴുതിയ, പക്ഷേ പ്രൊണൗൺസിയേഷൻ റെഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആകണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് D ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹി വിൽ സെർട്ടൈൻലി ഹെൽപ്പ് ദി പോർ ബോയ്. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയി മാറും. ഇപ്പോൾ ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് വില്ല് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലായി അതൊരു
സിമ്പിൾ ഫ്യൂച്ചറാണത്. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് പ്ലസ് വില്ല് പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരേണ്ടത് ദി പോർ ബോയ് വില്ല് ബി. ഇവിടെ വില്ല് പ്ലസ് ബി വരുന്നത് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് വിൽ ബി ഹെൽപ്ഡ്. ഹെൽപ്പിൻ്റെ മൂന്നാമത്തെ ഫോം ഹെൽപ്ഡ് ബൈ ഹിം എന്നാ. ബൈ എന്ന് പറയുന്നത് പ്ലസ് നമ്മുടെ ഏജൻറ്റ് ഹിം, ഹീയുള്ളത് ഹിം ആവുന്നു. ദി പോർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതിൽ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദി ഫാൻ. ഒരു സെന്റൻസ് വുഡ് യു മൈൻഡ് കൊണ്ട് ആരംഭിക്കുന്ന വാക്യത്തിൽ വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ഓഫ് ദി വെർബ് ആവേണ്ടത്. ആ വെർബിൻ്റെ ING ഫോം ആവേണ്ടത്. അപ്പോൾ ഇവിടെ ING ഫോം ആയിട്ടുള്ള ഓപ്ഷനിൽ സ്വിച്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആയ സ്വിച്ചിങ് ആണ്. വുഡ് യു മൈൻഡ് സ്വിച്ചിങ് ഓഫ് ദി ഫാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു വെൻറ്റ് ദെയർ യു ഡാഷ്. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഫ് തുടങ്ങുന്ന 2 സെൻറ്റൻസ് കോമട്ട് 2 സെൻറ്റൻസിന് 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഫുള്ള ആ ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ സംഭവമാണ് സബോർഡിനേറ്റ് ക്ലോസ്. അടുത്തത് വരുന്നത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേണ്ടത് മെയിൻ ക്ലോസ് ആണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇഫ് യു വെൻറ്റ് ദെയർ, ഇവിടെ വെൻറ്റ് എന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ആണെന്ന്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ സബോർഡിനേറ്റ് ക്ലോസ്, സിമ്പിൾ പാസ്റ്റ് വന്നാൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് അടുത്ത മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ്, ഷോള്, കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 വരേണ്ടത്. V1. അപ്പോൾ കുഡ് പ്ലസ് V1 വരുന്നത് ഇവിടെ ഓപ്ഷനിൽ എ ആണ്. കുഡ് സി. വെൻറ്റ് പ്ലസ് വെൻറ്റ് എന്നിവിടെ വന്നത് കൊണ്ട് ഇഫ് യു വെൻറ്റ് ദെയർ എന്നതുകൊണ്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോമാണ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇവിടെ കുഡ് പ്ലസ് V1 വരുന്നത് കുഡ് സീറ്റ് ഇത് മാത്രമാണ്. ഇവിടെ കുഡ് ഹാവ് വരുന്നുണ്ട്, ഹാവ് ആ ഓപ്ഷനിൽ തെറ്റാണ്. അതുപോലെ ക്യാൻ വരുന്നുണ്ട്, ക്യാൻ വേണ്ട. അതുപോലെ കുഡ് ഹാവ് അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ എ ആയി കുഡ് സീറ്റ് ആണ് വരുന്നത് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യന് ഇഫ് ക്ലോസ് തന്നെയാണ്. ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. ഇവിടെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് പൂരിപ്പിക്കാന്നുള്ളത്. മെയിൻ ക്ലോസ് ഇവിടെ ഫുള്ള് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം എന്ന് പറയുന്നത് അത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ ഈഫ് വരുന്ന ഭാഗം പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോഴാണ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ആഡ് പ്ലസ് V3 വരാം. അപ്പോൾ ഇവിടെ വരുന്നത് ഒരേ ഓപ്ഷനുള്ളൂ, ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് ഇവിടെ ഡി ആണ്, ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ ഹാഡ് V3, ഹാഡ് വാണ്ടഡ്. ഇഫ് യു ഹാഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. വേറെ ക്വസ്റ്റ്യൻ ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഹോം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പ്രിപ്പോഷനായി വരേണ്ടത് വരേണ്ടത് അറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ അറ്റ് എ ആണ്. അപ്പോൾ ഐ മെറ്റ് ഹിം അറ്റ് മൈ അങ്കിൾസ് ഹോം. വേറെ ക്വസ്റ്റ്യന് എവരി അഡൽട്സ് ഹാസ് ദി റൈറ്റ് ടു മാരി. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ആ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എവരി അല്ലെങ്കിൽ സംബടി ഒക്കെ വരുമ്പോൾ ഇവിടെ വരുന്നത് ദേ എന്ന എവരി സബ്ജക്റ്റായി വരുമ്പോൾ ദേ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പ്രൊണൗണായി ദേ ഉപയോഗിക്കണം.
അപ്പോൾ ഇവിടെ അടുത്ത് നോക്കേണ്ടത് ഇത് ഏത് സെൻറ്റൻസ് ആണ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും, പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് പോസിറ്റീവ് ടാഗാണ്, കാരണം ഇവിടെ ഇതിൽ നണ്ണോ അല്ലെങ്കിൽ അതുപോലെ നെഗറ്റീവ് വരുന്ന വാക്യങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എല്ലാം നെഗറ്റീവ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിത് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ, ഇവിടെ നമുക്കറിയാം എവരി വന്നാൽ അവിടെ ദേ ഉപയോഗിക്കണം. അടുത്ത് ഇവിടെ വരുന്നത് ആക്സിലറി വെർബ് എന്താണെന്ന് നോക്കാം. ആക്സിലറി വെർബ് വരുന്നത് ഹാസ് ആണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ടേം എന്ന് പറഞ്ഞാൽ ഹാസിൻ്റെ ആണ്. അപ്പോൾ ഹാസിൻ്റെ ദേ എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹാസ് എന്ന് പറയുന്നത് സിംഗുലാർ ഉപയോഗിക്കുന്ന വേർഡാണ്. അതുപോലെ ദേ എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറലാണ്. അപ്പോൾ ഹാവിൻ്റെത്, ഇവിടെ ഹാവിൻ്റെ ദേ ആണ് വരേണ്ടത്. ഹാവിൻ്റെ ദേ, ഹാസിൻ്റെ ദേ ഓപ്ഷനിലുണ്ട്, നമ്മൾ അതൊരിക്കലും കറുപ്പിക്കരുത്. ഹാവിൻ്റെ ദേ ആണ് വരേണ്ടത്. അപ്പോൾ ഹാവിൻ്റെ ദേ ആണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ജെൻറ്റിലുണ്ട്, ജെൻറ്റിലുണ്ട്, അതുപോലെ ജെൻറ്റിൽ, GENTILE, ജെൻറ്റിൽ. അങ്ങനെ ഒരുപോലെ തന്നെ 4 വാക്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ നമ്മൾ അർത്ഥം അറിഞ്ഞാൽ ഇതിൻ്റെ ഏതാണ് ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ഇവിടെ ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ കുലീന അവസ്ഥ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ബി ആണ്, ഇതിൻ്റെ ആൻസർ ജെൻറ്റിലാണ്, GENTEL. ഹി ബിലോങ്സ് ടു എ ജെൻറ്റിൽ ഫാമിലി എന്നാണ്. ഇവിടെ ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ മൃദുലമായ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് കുലീനമായ എന്ന അർത്ഥം വരുന്ന ജെൻറ്റിലാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യന് ദ ഒപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക്. ഇവിടെ പേഴ്സൽ വെർബാണ് വരുന്നത്. പേഴ്സൽ വെർബ് നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ആണ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ടു നീഡ് സംതിങ് എന്നാണ്. കാൾ ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ടു വിസിറ്റ് സം വൺ ഫോർ എ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വരുന്നത്. കോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് ഫോർ എ ഷോർട്ട് ടൈം. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടു ക്യാൻസൽ സംതിങ്. അപ്പോൾ ഇവിടെ വരുന്നത് ടു നീഡ് സംതിങ് എന്നാണ് ഇവിടെ വരുന്നത്. ദ ഓപ്പോസിറ്റ് പാർട്ടി കോൾ ഫോർ എ സ്ട്രൈക്ക്. ആൻസർ വരുന്നത് സി ആണ്. അടുത്തത് വരുന്നത് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡിൻ്റെ ഫെമിനിനാണ് ചോദിക്കുന്നത്. ലാഡ് എന്ന് പറഞ്ഞാൽ യുവാവ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫെമിനിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചത് യുവതി എന്നുള്ളതാണ് വരേണ്ടത്. യുവതി എന്ന് പറയുന്നത് ലാസാണ്, LASS. ഇതിൻ്റെ സ്ത്രീലിംഗം പുല്ലിംഗമാണ് പറയുന്നത് ലാഡ്. ഫെമിനിൻ എന്ന് പറഞ്ഞാൽ ലാസ്. അതുപോലെ ഈ ലോഡിൻ്റെയാണ്, ലോഡ് എന്നതിൻ്റെ ഫെമിനിനാണ് ലേഡി എന്ന് പറയുന്നത്. അതുപോലെ ലൈഡിൻ്റെ ലാസാണ് ലൈഡ്. അപ്പോൾ ഇവിടെ വരുന്നത് ലാഡിൻ്റെ ലാസ്, LASS. അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. കറക്റ്റ് സ്പെല്ല് പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെല്ല് വേർഡ്. അനസ്തേഷ്യൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചിട്ടുള്ളത്. അനസ്തേഷ്യൻ്റെ സ്പെല്ലിംഗ് ആണ് ANAESTHESIA. കറക്റ്റ്ലി സ്പെല്ലിംഗ് ആണ്. ഫസ്റ്റ് എ ആണ് ആൻസർ. ANAESTHESIA. അടുത്തത് ദ ഇഡിയോം. സ്വാൻ സോങ് മീൻസ്. സ്വാൻ സോങ് എന്നതിൻ്റെ ഇഡിയോമാണ്. ഇഡിയം ഒരുപാട് ആവർത്തിച്ച് വരുന്ന ഇഡിയമൊക്കെ നോക്കി വെക്കുക, എന്നാൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും.
സ്വാങ്സോങ് എന്ന് പറഞ്ഞാൽ ദി ലാസ്റ്റ് ആണ് സ്വാങ്സോങ്ങിൻ്റെ അർത്ഥം വരുന്നത്. ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓൺ ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്സ് എന്ന് പറയുന്ന ഈ ബി ആണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസർ. അടുത്തത് ദ സിനോണിം ഓഫ് ഡിസ്മൽ. ഡിസ്മലിൻ്റെ സിനോണിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. പര്യായം സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായ പദമാണ്. ഇവിടെ ഡിസ്മൽ എന്ന് പറഞ്ഞാൽ നിരാശാജനകമായ എന്നർത്ഥം, നിരാശാജനകമായ എന്നർത്ഥം വരുന്ന വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പി നമുക്ക് അറിയാം, ചീർഫുൾ അതുപോലെ തോട്ട്ഫുള്ളും അല്ല. ഗ്ലൂമി എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്, ഗ്ലൂമി. അതുപോലെ അടുത്ത് പിക്ക് ഔട്ട് ഓഫ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദ സീക്രട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന വാക്കിന് അനുയോജ്യമായ വൺ വേർഡാണ്. സീക്രട്ട് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് സി ആണ്, കൊല്യൂഷൻ. COLLUSION. അടുത്ത ദ വേർഡ് കൺഫ്യൂഷൻ വേർഡാണ്. എക്സ്പെർട്ട് ഉണ്ട്, അതുപോലെ ഇത് എക്സ്പെർട്ടിയാണ്. എക്സ്പെർട്ടി മീൻസ് എന്താണ്? EXPERTE എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എക്സ്പെർട്ടി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി എന്നാണ്. ഏകപക്ഷീയമായി എന്ന് അർത്ഥം വരുന്ന ഒരു വാക്ക്. അപ്പോൾ ഇവിടെ വരുന്നത് വൺ സൈഡഡ്. ആൻസർ വൺ സൈഡഡ് എന്നാണ്. അടുത്ത് വരുന്നത് കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗൺ. ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. ഡാഷ് ഓഫ് ഫ്ലവേഴ്സ് പിക്ക് ഔട്ട് ഓഫ്. അപ്പോൾ ഇവിടെ വരുന്നത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഇവിടെ ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ആൻസർ. ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. കാരണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 മാർക്കിന് വൊക്കാബുലറിയും 10 മാർക്കിന് ഗ്രാമറുമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ 10 മാർക്ക് നമുക്ക് പെട്ടെന്ന് നേടാം, ഗ്രാമർ പെട്ടെന്ന് നേടാം. പക്ഷേ ഈ വൊക്കാബുലറി നമുക്ക് നേടാൻ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. എന്നാലേ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇവിടെ ആന്റോണിയം ഓഫ് വേർഡ് ഇഡിയോസിറ്റി. അപ്പോൾ ഇഡിയോസിറ്റി എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെയിം ഇഡിയോസിറ്റി എന്ന് പറയുന്നതിൻ്റെ മറ്റേ സെയിം പദം അതിൻ്റെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റുപ്പിഡിറ്റിയാണ്. സ്റ്റുപ്പിഡിറ്റിയാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് അല്ല, അതുപോലെ സാഗാസിറ്റി. സാഗാസിറ്റിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വിപരീത പദം സാഗാസിറ്റിയാണ്. വേറെ ക്വസ്റ്റ്യൻ. ദ ടാഗോർ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ കൺവേർട്ട് ടു കമ്പാരിറ്റീവ് ഡിഗ്രി. ഇത് വന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. അതുപോലെ ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പോൾ ഇവിടെ വരുന്നത് മെനി അതർ ഓർ മോസ്റ്റ് അതർ പ്ലസ് ദാൻ പ്ലസ് ആഡ്ജക്റ്റീവ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ള ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ശരി. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.